അഭിലാഷ്, വളരെ ഭീതിതമായ അന്തരീക്ഷം തന്നെ. 24 മണിക്കൂറിനുള്ളിൽ 2 ജീവനുകളാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പൊലിഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ആക്രമണം ഉണ്ടായത് അട്ടമലയിലാണ്. ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായ പ്രദേശത്തിന് തൊട്ടപ്പുറത്തുള്ള മേഖലയാണ് അട്ടമല. അവിടെ ആകെ ഏതാനും ആദിവാസി കുടുംബങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. അതിലൊരാളെയാണ് ആന കൊന്നത്. ഈ മേപ്പാടി പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലും വന്യമൃഗ ശല്യം രൂക്ഷമാണ്. ഈ പ്രദേശത്തെ ആളുകൾ എന്നോടൊപ്പമുണ്ട്. ഈ കുന്നമ്പറ്റ മേഖലയിലൊക്കെ ആനയുടെ പ്രശ്നം തന്നെയാണ്. അതെ. വയനാട് എന്ന് പറയുന്നത് ശരിക്കും ഒരു വന്യമൃഗ സംരക്ഷണ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. വയനാട്ടിലെ ജനങ്ങൾക്ക് ഗവൺമെൻറ് ഇട്ടിരിക്കുന്ന ജനങ്ങളുടെ ജീവന് ഗവൺമെൻറ് ഇട്ടിരിക്കുന്ന വില എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ മാത്രമാണ്. എവിടെയെങ്കിലും ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ജനങ്ങളുടെ പ്രതിഷേധം ിന് വേണ്ടി അവിടെ ഉദ്യോഗസ്ഥന്മാർ ഓടിയെത്തുകയും അല്ലെങ്കിൽ ഭരണസ്ഥിരാ കേന്ദ്രങ്ങൾ ഓടിയെത്തുകയും അപ്പോൾ അവിടെ ഒരു 5 ലക്ഷം രൂപ മാത്രം കൊടുത്തുകൊണ്ട് ആ പ്രശ്നത്തെ നിസാരവൽക്കരിക്കുന്ന ഒരു പ്രവണതയാണ് കേരള ഗവൺമെൻറ്റുകൾ കാണുവാനായിട്ട് സാധിക്കും. ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും എൻ്റെ പറമ്പിലടക്കം നമ്മുടെയൊക്കെ ഇപ്പോൾ രാത്രി ആയിട്ടുണ്ട്. ഈ ഗ്രാമത്തിലൊന്നും ഈ സമയത്തൊന്നും ഇത്രയും ആളുകൾ കണ്ടാൽ പോരാ. ഗ്രാമങ്ങളിലേക്കൊക്കെ ടൗണുകളിലേക്ക് ആളുകൾക്ക് ഇറങ്ങാൻ പേടിയുള്ള ഒരവസ്ഥയാണ്. ഏത് സമയത്താണ് ആന നമ്മുടെ മുന്നിൽ പെടുക, അല്ലെങ്കിൽ പുലി, കടുവ പോലുള്ള വന്യമൃഗങ്ങൾ നമ്മുടെ മുന്നിൽ പെടുക എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ആളുകൾ വന്യമൃഗങ്ങളെ ഭയന്നുകൊണ്ട് ഇന്ന് വീടുകളിൽ തന്നെ സന്ധ്യയായിട്ടുണ്ടെങ്കിൽ കഴിയുന്ന ഒരവസ്ഥയാണ് ഇന്നിവിടെയുള്ളത്. എന്താണ് ഇവിടുത്തെ ഒരു സ്ഥിതി? ഇവിടെ തന്നെ അടുത്തന്നെയല്ലേ താമസം? അതെ, ഇപ്പോൾ ആന മാത്രമല്ല, കടുവ, പിന്നെ പുള്ളി, കരടി, അങ്ങനെ പല മൃഗങ്ങളും ഇറങ്ങുന്നുണ്ട്. ജീവനും സ്വത്തും ഭീഷണി തന്നെയാണ്. ഇത് മെയിൻ പ്രശ്നം എന്താ വെച്ചാൽ 2 വൻകിട എസ്റ്റേറ്റ് അടിക്കാട് വെട്ടാത്തത് കൊണ്ടാണ് ഈ പ്രശ്നത്തിന് മെയിൻ പരിധി. ഹാരിസൺ പോലെയുള്ള കമ്പനി. ഹാരിസൺ അല്ല, അത് ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. 2 വൻകിട എസ്റ്റേറ്റ് അത് അടിക്കാട് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറും. നിങ്ങൾ താമസിക്കുന്ന എന്താ? ഇത് കുന്നമ്പറ്റ ഞാൻ താമസിക്കുന്ന മേഖലയാണ്. ഒരു 10 വർഷം മുന്നേ വരെ ഇങ്ങനത്തെ ഒരു തടസ്സങ്ങൾ ഉണ്ടായിരുന്നില്ല. വന്യമൃഗങ്ങളെ കൊണ്ട് ഭയങ്കര ശല്യം എന്ന് വെച്ചാൽ രാവിലെ അനേകം കുട്ടികൾ മദ്രസയിലേക്കും സ്കൂളിലേക്കും LP സ്കൂളിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന കുട്ടികളാണ്. 7 മണിക്ക് ശേഷം യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുപോലെ തന്നെ രാവിലെ 6:30 മുതൽ കുട്ടികൾക്കൂടെ മദ്രസ സ്റ്റാർട്ട് ചെയ്യും. ആ സമയത്ത് എല്ലാ രക്ഷിതാക്കളും മക്കളെ മദ്രസയിലേക്ക് എത്തിക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ഒരു 10 വർഷം മുൻപ് ഇവിടെ രാത്രി 9 മണിക്ക് ശേഷവും 10 മണിക്ക് ശേഷവും ഈ ടൗൺ സജീവമായിരുന്നു. ഒരു അന്തർ സംസ്ഥാന പാത കടന്നു പോകുന്ന ടൗൺ അല്ലേ? അവിടെ രാത്രി പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. തീരെ പുറത്തിറങ്ങാൻ പറ്റാത്ത ജീവനും സ്വത്തിനും വളരെയധികം കുരങ്ങ്, പന്നി, ആന എന്നീ വന്യമൃഗങ്ങൾ കൊണ്ട് നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ നിലവിലുള്ളത്. നിങ്ങൾ ഈ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന ആളാണോ? എന്താണ് ഇപ്പോഴത്തെ ഒരു സ്ഥിതി കൃഷിയിടങ്ങളിലൊക്കെ? ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ മൊത്തം വയനാട് ജില്ല പറയുന്ന പോലെ തന്നെ കുന്നമ്പറ്റ നേരത്തെ ഷറഫ് പറഞ്ഞതുപോലെ തന്നെ ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് ഏത് പാതിരാത്രിക്ക് നമുക്ക് പുറത്തിറങ്ങി നടക്കായിരുന്നു, എന്ത് കൃഷിയും ചെയ്യായിരുന്നു. പക്ഷെ ഇന്നിപ്പം പകല് പോലും നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. കാരണം ആനയായാലും കടുവയായാലും പുലിയായാലും, ഞാനൊരു ദിവസം ഇതിലെ വരുന്ന സമയത്ത് റോഡ് ക്രോസ് ചെയ്ത് നേരിട്ട് കണ്ടതാണ് പുലി. അന്നാണ് നേരിട്ട് ഞാനിത് അനുഭവിക്കുന്നത്. അപ്പോൾ ഈ രാത്രികാലങ്ങളിലെ പോലെ തന്നെ പകല് പോലും ഇപ്പോൾ പുറത്തിറങ്ങാൻ വയ്യാത്ത. കടുവയുടെ സാന്നിധ്യം ഒന്നും മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഈ വർഷം ഇപ്പോൾ പലതവണ കടുവ പോയിട്ട് ആകെ ഈ പറഞ്ഞ പോലെ പന്നിയെ മാത്രമേ ഞങ്ങൾക്ക് ആകെ ഭയപ്പെടേണ്ടതുണ്ടായിരുന്നു പണ്ട് കാലത്ത്. ഇപ്പോൾ നോക്കുമ്പോൾ ആന, മയിൽ, ഒട്ടകം എന്ന് പറഞ്ഞ പോലെ മയിലിൻ്റെ ശല്യം വേറെയുണ്ട്. ഇനി ഒരു മൃഗവും ഇവിടെ വരാൻ ബാക്കിയില്ല. അപ്പോൾ ഏറ്റവും മനുഷ്യൻ്റെ ജീവൻ, കൃഷി പോയിട്ട് ഇപ്പോൾ മനുഷ്യജീവൻ ഭീതിയിലാണ്. എപ്പോഴാണ് അപകടം സംഭവിക്കാമെന്ന് ആർക്കും ഒന്നും പറയാത്ത അവസ്ഥയാണ്. ഇതേ അവസ്ഥ തന്നെയാണ്. എന്താണ് അപ്പോൾ ആൾക്കാർ പുറത്തിറങ്ങാൻ പേടിച്ചിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്? ഞാനിവിടെ സ്ഥിരമായി താമസിക്കുന്ന ആളാണ്. 4 വർഷം മുമ്പാണ് പാർവതി എന്ന ആളെ പണി സ്ഥലത്ത് നിന്ന് വിട്ടുവരുന്ന സമയത്ത് ആന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. അതുപോലെ തന്നെ വേറെയും കുറേ ആൾക്കാരെ 2-3 ആൾക്കാർക്ക് പരിക്കുപറ്റിയിട്ടുണ്ട്. ദിവസേന എന്നോണം ആന ആക്രമണം, പുലി ആക്രമണം, കടുവ ആക്രമണം. എനിക്ക് പറയാനുള്ളത് സെൻട്രൽ ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് നിയമം മാറ്റി മറിച്ചാൽ മാത്രമേ, അല്ലാണ്ട് ഹർത്താലോ അല്ലെങ്കിൽ ഒരു പിക്കറ്റിങ്ങോ നടത്തിക്കൊണ്ട് ശാശ്വത പരിഹാരമാവില്ല. ഞാൻ പറയുമ്പോൾ ഇവിടുത്തെ MP ഡൽഹിയിൽ പോയിട്ട് അവിടെ പിക്കറ്റിംഗ് നടത്തി അല്ലെങ്കിൽ നിരാഹാരം കിടന്നുകൊണ്ട് ഈ നിയമം മാറ്റിമറിച്ചാൽ മാത്രമേ ഈ കാര്യങ്ങൾ സാധ്യമാക്കാൻ കഴിയുള്ളൂ. സെൻട്രൽ ഗവൺമെൻറ് വിചാരിക്കണം, സംസ്ഥാന സർക്കാർ പരിമിതികളുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ള കാര്യം. അഭിലാഷ്, അതാണ് അവസ്ഥ. ആളുകൾ ഈ കുന്നമ്പറ്റ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമപ്രദേശത്താണ് ഞാനുള്ളത്. അന്തർ സംസ്ഥാന പാത കടന്നു പോകുന്ന ഒരു മേഖലയാണ്. പക്ഷേ തൊട്ടടുത്ത് ചെമ്പ്ര മലയുടെ മേഖലയിൽ നിന്ന് ആനകൾ എസ്റ്റേറ്റുകളിലേക്കും റോഡിലേക്കും ഒക്കെ കാട്ടാനയും കടുവയും ഒക്കെ ഇറങ്ങി വരുന്ന അവസ്ഥയാണുള്ളത്. ഈ മുൻപ് ഈ പ്രദേശത്തൊന്നും കടുവയൊന്നും ആളുകൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ വർഷം പലതവണ കടുവയുടെ സാന്നിധ്യമുണ്ടായി, വളർത്തുമൃഗങ്ങളെ വേട്ടയാടുന്ന സ്ഥിതിയുണ്ടായി. അത്തരത്തിൽ ആനയ്ക്ക് പുറമെ മറ്റു മൃഗങ്ങളെയും ഭയന്ന് കഴിയുന്ന ഒരവസ്ഥയിലാണ് ഈ പ്രദേശത്തെ ആളുകളുള്ളത്. ആന കുത്തി മരിക്കുമോ,
കടുവയോ പുലിയോ ആക്രമിച്ചു മരിക്കുമോ എന്ന കാര്യത്തിലാണ് അവർക്ക് സന്ദേഹമുള്ളത്. മരണം എന്നുള്ളത് മുമ്പിൽ കണ്ട് കഴിയുകയാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. അത്രയും ദയനീയമാണ്, ദാരുണമാണ് അവസ്ഥ. സർക്കാർ എന്ത് ചെയ്യുന്നു, നിസ്സംഗമായിരിക്കുന്നു എന്ന ഗൗരവപൂർണമായ ചോദ്യമുണ്ട്.